ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിരാമിസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ 3 അടിപൊളി ഡിഷസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഈസ്റ്ററിന് വേണ്ടി നിങ്ങൾക്ക് തീർച്ചയായും ഉണ്ടാക്കി നോക്കാവുന്ന വളരെ ടേസ്റ്റിയായ 3 ഡിഷസാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് നല്ല നാടൻ രീതിയിൽ വെച്ച കുരുമുളകിട്ട ചിക്കൻ കറിയാണ്. പല രീതിയിലും നിങ്ങൾ കുരുമുളകിട്ട് കണ്ടിട്ടുണ്ടാകും. ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ആദ്യമായി ഒരു പാൻ ചൂടാക്കാൻ വെച്ചതിന് ശേഷം അതിലേക്ക് 2 ബേ ലീവ്സ്, 2 സിനമൺ സ്റ്റിക്സ്, 3 ഏലക്ക, 5 ക്ലോവ്, കുറച്ച് 1 ടീസ്പൂൺ ജീരകം എന്നിവ ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കുരുമുളക് കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കേണ്ടതാണ്. ഇതിൽ ബേ ലീവ്സ് ഓവർ റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബേ ലീവ്സ് കൂടി ചേർത്തൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കാം. അതിനായി ഒരു കടായി എടുത്ത് 1 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ പീസസ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഉപ്പും ചേർത്ത് അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ പീസാണ് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ സമയത്ത് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടപ്പുറത്തുള്ള ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷൻസും ലഭിക്കുന്നതാണ്. ഇതിനുശേഷം ഒന്ന് അടച്ചു വെക്കാം. ഈ സമയത്ത് നമ്മൾ മുമ്പേ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്നവ ഒന്ന് പൊടിച്ചെടുക്കാം. അതായത് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. പ്രത്യേക ഒരു മണമൊക്കെ ഉണ്ട് ഇങ്ങനെ പൊടിച്ചെടുക്കുമ്പോൾ. ഒരു 10 മിനിറ്റിന് ശേഷം ചിക്കൻ എടുത്ത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കേണ്ടതാണ്. എല്ലാം ഒന്ന് ചെറുതായി ഇളക്കി ഒന്നുകൂടി ഒന്ന് അടച്ചു വെക്കണം. ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി തുറന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതിൽ ചിക്കനിൽ നിന്ന് വെള്ളമെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നത് നമ്മുടെ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് കൊടുക്കും. അതുകൊണ്ട് ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. നമ്മളിവിടെ മൺചട്ടിയിലാണ് ഈ കറി ഉണ്ടാക്കുന്നത്. അതിനായി ഒരു മൺചട്ടി എടുത്തതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് കുറച്ച് കടുക് ആഡ് ചെയ്ത് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്ത് കൊടുക്കുക. മീഡിയം സൈസ് ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയതും പിന്നീട് ഒരു 7-8 വെളുത്തുള്ളിയും 4 പച്ചമുളകുമാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തത്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ്. അതിലേക്ക് ഒരു 10-15 ചെറിയ ഉള്ളി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 5 ചെറിയ വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഉണ്ടമുളകാണ് ഞാനിവിടെ എടുത്തത്. നിങ്ങൾക്ക് നീളമുള്ള വറ്റൽമുളക് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഇത്രയും മുളകുകൾ ആഡ് ചെയ്യുന്നത് കൊണ്ട് എരിവിനനുസരിച്ച് വേണം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ചെറിയുള്ളി
ഒരു 25 വരെയൊക്കെ ചേർക്കാം. ഞാനിവിടെ 15 എടുത്തിട്ടുള്ളൂ. ചെറിയുള്ളി കൂടുതൽ ചേർക്കുന്നത് കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാക്കുന്നതാണ്. അതിലേക്ക് 4 സവാള കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഈ സമയത്ത് നിങ്ങളുടെ ഉപ്പ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ സമയത്ത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് 3 തക്കാളി നീളത്തിൽ എറിഞ്ഞത് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായി സോട്ട് ചെയ്തെടുക്കുക. ഈ സമയത്ത് നമ്മൾ മുമ്പേ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന മസാല ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കിയെടുക്കുക. നന്നായി ഇളക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നന്നായി ഇളക്കിയെടുക്കുക. ഈ സമയത്ത് ആവശ്യമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ്. നമ്മൾ ഓൾറെഡി മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ മുമ്പേ ചിക്കൻ ഷാലോ ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ച ഓയിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഓയിൽ മാത്രമല്ല, ചിക്കനിൽ നിറങ്ങിയ വെള്ളവും കൂടിയുണ്ട്. ഇത് അതിന്റെ സ്റ്റോക്ക് തന്നെയാണ്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. 10 മിനിറ്റ് ശേഷം ഇത് തുറന്നിട്ടുണ്ട്. നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. പ്രത്യേക ഒരു മണമൊക്കെ വരുന്നുണ്ട്. ഈ സമയത്ത് ഒരു കൈ നിറയെ മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ പീസസ് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി മസാലയും ചിക്കൻ പീസസും കൂടി ഒന്ന് ഇളക്കിയെടുക്കണം. ഈ സമയത്ത് കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് 20 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ തുറന്നിട്ടുണ്ട്. വളരെ നന്നായി ചിക്കൻ തിളച്ചു വന്നിട്ടുണ്ട്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ചെറുതായി ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് കുറച്ചുകൂടി മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്.
നമ്മൾ ഈ കറിയിൽ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. മറ്റൊന്നുമല്ല, നമ്മുടെ ഉണക്കമുന്തിരി കുറച്ചു നേരം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ എരിവൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പ്രത്യേക ഒരു ടേസ്റ്റ് കൂടി കറിക്ക് കൊടുക്കുന്നതാണിത്. അതിനുശേഷം ഒരു 5 മിനിറ്റ് കൂടി അടച്ചു വെച്ച് വേവിക്കുക. ഇപ്പോൾ നമ്മുടെ കറി പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. ഇത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രുചിയുണ്ട് ഇതിന്. ഈ സമയത്ത് ഞാൻ കുറച്ചുകൂടി മല്ലിയില ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ആഡ് ചെയ്യണമെങ്കിൽ മാത്രം ചെയ്തു കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ കറി പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുമാണ് കാണുന്നത് പോലെ തന്നെ ടേസ്റ്റിയുമാണ്. ഇതിപ്പോൾ സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും എല്ലാം നമുക്കിത് കഴിക്കാവുന്നതാണ്. ഈ ഈസ്റ്ററിന് നിങ്ങളിത് ഉറപ്പായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ മൺചട്ടിയിൽ ഉണ്ടാക്കുന്നത് കൊണ്ടും കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റും കൂടി എല്ലാം വരുമ്പോൾ അസാധ്യ രുചിയാണിതിന്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് അടുത്തതായി ഈസ്റ്ററിന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈസി അപ്പം പരിചയപ്പെടാം. അരിപ്പൊടി കൊണ്ട് ഈസ്റ്റ് ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പം. കിണ്ണത്തപ്പം പോലെ ഇരിക്കുമെങ്കിലും ഇത് കിണ്ണത്തപ്പമല്ല, അതിനേക്കാൾ ടേസ്റ്റുള്ള ഈ ചിക്കൻ കറിയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പമാണിത്. ഇത് പുതിയൊരു റെസിപ്പിയാണ്. നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ഇതിനായി ആദ്യം 1 കപ്പ് അരിപ്പൊടി എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. കുറേശ്ശെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് ഒരു സ്മൂത്ത് കൺസിസ്റ്റൻസി ആയിട്ടുള്ള ബാറ്റർ ഉണ്ടാക്കിയെടുക്കുക. ഒത്തിരി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കരുത്. ഞാൻ ഇവിടെ കാണിക്കുന്നത് ആ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് 1/2 കപ്പ് വേവിച്ച ചോറ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് 3 ഏലക്കായുടെ കുരു ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു മുട്ട കൂടി പൊട്ടിച്ചൊഴിക്കുക. പിന്നീട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ്. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒരു സ്മൂത്ത് കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കുക. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കേണ്ടതാണ്. ഇതിലേക്ക് നമ്മുടെ അരിപ്പൊടിയുടെ ബാറ്റർ ആഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഒന്നുകൂടി നന്നായി അരച്ചെടുക്കുക. ഇനി വെള്ളമൊന്നും ചേർക്കരുത്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു 1/2 മണിക്കൂർ അടച്ചു വെച്ചതിന് ശേഷം തുറക്കുക. ഈ സമയത്ത് ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായി ഇളക്കിയെടുക്കുക. ഇനി നമുക്കിത് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. ഇതിനായി നിങ്ങൾക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. സ്റ്റീൽ പ്ലേറ്റിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കേക്ക് ടിന്നിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു കടായിലോ മറ്റോ ഒരു സ്റ്റാൻഡ് വെച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. ബാറ്റർ ആഡ് ചെയ്ത് കൊടുത്ത് ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കിതിലേക്ക് കാഷ്യൂസും റേസിൻസും ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യിൽ വറുത്തെടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ നെയ്യിൽ വറുത്തെടുക്കുന്നില്ല. ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് ഉള്ളിലേക്ക് പോകാതെ നമുക്ക് നന്നായി പുറത്ത് തന്നെ കിട്ടുന്നതാണ്. ഒരു 20 മിനിറ്റിന് ശേഷം ഞാൻ തുറന്നിട്ടുണ്ട്. റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. വളരെ നന്നായി അകമെല്ലാം വെന്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ചൂടാറി കഴിയുമ്പോൾ ഇത് സൈഡിൽ നിന്നെല്ലാം വിട്ടു വരുന്നതാണ്. നമുക്കിത് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടില്ലേ, വളരെ സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. വളരെ ടേസ്റ്റി കൂടിയാണിത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. ഏലക്കാപ്പൊടിയൊക്കെ ഇടുന്നുണ്ട്. മുട്ടയുടെ ടേസ്റ്റ് ഒന്നും നമുക്ക് അറിയത്തില്ല. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്. നിങ്ങളിതൊന്ന് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇതൊരു പുതിയ റെസിപ്പിയാണ്. കിണ്ണത്തപ്പത്തേക്കാൾ ടേസ്റ്റിൽ നിങ്ങൾക്കിത് കഴിക്കാവുന്നതാണ്. ഈസ്റ്ററിന് ഇത് ഉറപ്പായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്ത് ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ. നമുക്കിതൊന്ന് മുറിച്ചു നോക്കാം. കണ്ടില്ലേ, ഇത് എത്ര സോഫ്റ്റ് ആണെന്ന് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. വളരെ ടേസ്റ്റ് കൂടിയാണിത്. നിങ്ങൾ ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.
അടുത്തതായി ഈസ്റ്ററിന് ഉണ്ടാക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ട് പരിചയപ്പെടാം. ഇതൊരു പുഡിംഗ് ആണ്. ക്യാരറ്റും സേമിയയും വെച്ചിട്ടുള്ള ഒരു പുഡിംഗ്. നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ഇതിനായി ഒരു പാത്രം എടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ഒരു 1/4 കപ്പ് സേമിയ അല്ലെങ്കിൽ വെർമിസെല്ലി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്ത് വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നീളത്തിൽ ഗ്രേറ്റ് ചെയ്തതാണ്. കുറച്ച് വലുതായി തന്നെ ഗ്രേറ്റ് ചെയ്യാം. അതിലേക്ക് ഒരു 1.5 ഗ്ലാസ് പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതിനുശേഷം നന്നായി ഇളക്കി പാൽ തിളച്ചു വരാൻ അനുവദിക്കുക. ഇപ്പോൾ പാൽ നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഈ സമയത്ത് 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തത് ഇതിലേക്ക് കുറേശ്ശെയായി ആഡ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കും. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. നമുക്കിതൊരു ട്രേയിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു ഗ്ലാസിന്റെ ചെറിയ ട്രേ ആണ് ഉപയോഗിക്കുന്നത്. ഈ സമയത്ത് ഞാൻ കുറച്ച് കറുത്ത മുന്തിരി കൂടി ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായൊന്ന് അതിന് പുറത്ത് പ്രസ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇനി നമുക്ക് ചൂടാറിയതിനു ശേഷം ഇത് 2 മണിക്കൂർ റെഫ്രിജറേറ്ററിൽ വെക്കാം. 2 മണിക്കൂർ ശേഷം എടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡെസേർട്ട് തന്നെയാണിത്. ഈസ്റ്ററിന് നിങ്ങൾ ഉറപ്പായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിനോമിസ് വേൾഡ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.